നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. ഒക്ടോബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ 27-ന് വിതരണം തുടങ്ങും. ഇതിനായി 812 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. പേനയുടെ മൂടി തൊണ്ടയിൽ കുടുങ്ങി 4 വയസ്സുകാരന് ദാരുണാന്ത്യം. മരിച്ചത് എരുമപ്പെട്ടി കണ്ടേരി വളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹൽ. ചെമ്പുച്ചിറയിൽ നിയന്ത്രണമിട്ട കാർ കുളത്തിലേക്ക് മറിഞ്ഞു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃക്കൂർ കോനിക്കര നേതാജി വായനശാല റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇടിഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 91,720 രൂപയായി. വിശദമായ വാർത്തകളിലേക്ക്. ഒക്ടോബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ 27-ന് വിതരണം തുടങ്ങും. ഇതിനായി 812 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 1,600 രൂപ വീതം ലഭിക്കുന്നത്. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. 8.46 ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇതിനാവശ്യമായ 24.21 കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഈ സർക്കാർ ഇതുവരെ 43,653 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചെലവിട്ടതെന്നും ധനമന്ത്രി. എരുമപ്പെട്ടിയിൽ പേനയുടെ മൂടി തൊണ്ടയിൽ കുടുങ്ങി 4 വയസ്സുകാരന് ദാരുണാന്ത്യം. എരുമപ്പെട്ടി വെള്ളറക്കാട് ആദൂർ സ്വദേശി കണ്ടേരി വളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് മരിച്ചത്. രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. ഭക്ഷണം കഴിക്കുന്നതിനിടെ പേനയുടെ ടോപ്പ് തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു. കുട്ടി ശ്വാസം കിട്ടാതെ പിടയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വീട്ടുകാർ തൊണ്ടയിൽ മൂടി കുടുങ്ങിയത് കണ്ടത്. ഉടൻ തന്നെ കുട്ടിയെ പന്നിത്തടത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിച്ചു. ചെമ്പുച്ചിറയിൽ നിയന്ത്രണമിട്ട കാർ കുളത്തിലേക്ക് മറിഞ്ഞു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. 9 സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം തെറ്റി ചെമ്പുച്ചിറ കുളത്തിലേക്ക് മറിയുകയായിരുന്നു. കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെ യാത്രക്കാരായ 2 പേരും വാഹനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് അപകട വിവരം പഞ്ചായത്ത് അംഗത്തെ അറിയിച്ചു. പെട്രോളിംഗ് നടത്തുകയായിരുന്ന വെള്ളിക്കുളങ്ങര പോലീസും ഉടൻ സ്ഥലത്തെത്തി. രാവിലെ 9 മണിയോടെ കാർ കുളത്തിൽ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ കോനിക്കര നേതാജി വായനശാല റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ഹിനിത ഷാജു, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MJ രതീഷ് എന്നിവർ പ്രസംഗിച്ചു. MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 44.2 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം. പിന്നീട് അത് റൈറ്റ് റിവിഷൻ വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി അത് കുറച്ച് കാലതാമസം വന്ന് ഇപ്പോൾ 44,20,000 രൂപയുടെ എസ്റ്റിമേറ്റാണ് GST ഉൾപ്പെടെ അന്ന് തയ്യാറാക്കിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇടിഞ്ഞു. ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 11,465 രൂപയും പവന് 600 രൂപ താഴ്ന്ന് 91,720 രൂപയുമായി. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഗ്രാമിന് 705 രൂപയും പവന് 5,640 രൂപയുമാണ് കുറഞ്ഞത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വില സർവകാല ഉയരത്തിലായിരുന്നു. അന്നത്തെ വിലയായ ഗ്രാമിന് 12,170 രൂപയിൽ നിന്നും പവന് 97,360 രൂപയിൽ നിന്നുമാണ് ഇപ്പോൾ വില വൻതോതിൽ താഴ്ന്നിറങ്ങിയത്. രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് $4,381 നിലവാരത്തിൽ നിന്ന് $4,009 എത്തിയ പശ്ചാത്തലത്തിലായിരുന്നു കേരളത്തിലും വീഴ്ച.
തൊട്ടിപ്പാൾ KSUP സ്കൂളിൽ ചേർപ്പ് ആര്യ ഐ കെയർ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് PTA പ്രസിഡന്റ് ഷജിനി ഷിനോജ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക സുനജ്ജ, ഡോക്ടർ അഞ്ജു, MPTA പ്രസിഡന്റ് ഷബീന എന്നിവർ പ്രസംഗിച്ചു. ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള റോഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കാൻ ഗതാഗത കമ്മീഷണർ നിർദ്ദേശം നൽകി. കാൽനട യാത്രക്കാരുടെ സുരക്ഷയിലും പാർക്കിംഗ് മര്യാദകളിലും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് റോഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണം. RTOകൾക്കാണ് നിർദ്ദേശം നൽകിയത്. മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളുകൾ ഉദ്യോഗാർത്ഥികളെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുന്നുണ്ടോ എന്നറിയാൻ MVD പരിശോധന നടത്തണമെന്നും നിർദ്ദേശമുണ്ട്. റോഡ് അപകടങ്ങളിൽ മരിക്കുന്ന കാൽനട യാത്രക്കാരുടെ എണ്ണം കൂടുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി ആശങ്ക ഉന്നയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം. ഇനി കാണാം തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി എൻ്റെ നാട് എൻ്റെ വോട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NCTV പ്രതിനിധാനം ചെയ്യുന്ന പഞ്ചായത്തുകളെ പരിചയപ്പെടുത്തുന്നു. ഇന്ന് ആളൂർ പഞ്ചായത്ത്. മാള ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെട്ട ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആസ്ഥാനം കല്ലേറ്റുംകരയിലാണ്. 23 വാർഡുകളുണ്ടായിരുന്ന പഞ്ചായത്തിൽ വാർഡ് വിഭജനം പൂർത്തിയാകുമ്പോൾ 24 വാർഡുകളായി മാറുകയാണ്. പഞ്ഞപ്പിള്ളി, വടക്കുമുറി, കല്ലേറ്റുംകര നോർത്ത്, ആനത്തടം, കദളിച്ചിറ, താണിപ്പാറ, ഉറുമ്പൻകുന്ന്, വെള്ളാഞ്ചിറ, ഈസ്റ്റ് തിരുത്തിപ്പറമ്പ്, വെസ്റ്റ് തിരുത്തിപ്പറമ്പ്, കാരൂർ, കുഴിക്കാട്ടുശ്ശേരി വെസ്റ്റ്, കൊമ്പുടിഞ്ഞാമാക്കൽ വെസ്റ്റ്, കണ്ണിക്കര, താഴേക്കാട്, പറമ്പി, ഷോളയാർ, പൊരുന്നകുന്ന്, ആളൂർ, മാനാട്ടുകുന്ന്, കാരാക്കുളം, കല്ലേറ്റുംകര സൗത്ത്, വല്ലക്കുന്ന് എന്നീ വാർഡുകളിൽ വാർഡ് 16 താഴേക്കാട്, 19 ഈസ്റ്റ് തിരുത്തിപ്പറമ്പ് എന്നിവ പട്ടികജാതി സ്ത്രീ സംവരണമാണ്. വാർഡ് 10 വെസ്റ്റ് തിരുത്തിപ്പറമ്പ് പട്ടികജാതി സംവരണവും. വാർഡ് 2 വടക്കുമുറി, 3 കല്ലേറ്റുംകര നോർത്ത്, 5 കദളിച്ചിറ, 8 വെള്ളാഞ്ചിറ, 11 കാരൂർ, 14 കൊമ്പുടിഞ്ഞാമാക്കൽ വെസ്റ്റ്, 18 ഷോളയാർ, 21 മാനാട്ടുകുന്ന്, 22 കാരാക്കുളം, 23 കല്ലേറ്റുംകര സൗത്ത്, 24 വല്ലക്കുന്ന് എന്നീ വാർഡുകൾ സ്ത്രീ സംവരണ സീറ്റുകളാണ്. ഇടതുപക്ഷത്തിന് ശക്തമായ അടിത്തറയുള്ള പഞ്ചായത്തിൽ നിലവിൽ 23-ൽ 16 സീറ്റുകളാണ് LDFന്. ബാക്കി 7 സീറ്റുകളിൽ UDFും. 5 വർഷത്തെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ തങ്ങളുടെ അടിത്തറ കൂടുതൽ ശക്തിപ്പെടുത്തിയെന്ന് LDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ വാർഡ് പുനഃക്രമീകരണവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും തങ്ങളുടെ തിരിച്ചുവരവിന് കാരണമാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. ജനസമ്മതരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി ഏതാനും വാർഡുകളിൽ BJP ശക്തമായ പോരാട്ടത്തിന് തയ്യാറെടുക്കുമ്പോൾ ആളൂർ പഞ്ചായത്തിന്റെ പല വാർഡുകളിലും ഇത്തവണ ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കും. സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സന്ദർശിച്ചു. ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വിവിധയിനം പക്ഷികളും മൃഗങ്ങളും അടങ്ങുന്ന പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ട് നടന്നു. കുറ്റൂർ സ്വാശ്രയ, ചേറൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂൾ, കാര്യാട്ടുകര അംഹ, മണ്ണുത്തി സ്നേഹദീപ്തി, അത്താണി പോപ്പ് പോൾ എന്നീ സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നായി 100 വിദ്യാർത്ഥികളാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സന്ദർശിച്ചത്. മന്ത്രി K. രാജന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് സാമൂഹ്യനീതി വകുപ്പാണ് കുട്ടികളെ പാർക്കിലെത്തിച്ചത്. മന്ത്രി K. രാജൻ സന്തോഷത്തോടെ കുട്ടികളെ സ്വീകരിച്ചു. പാർക്കിലെത്തിയ കുട്ടികൾ പാട്ടും കളികളുമായി മന്ത്രിയോടൊപ്പം സന്ദർശനം കളറാക്കി. പാർക്കിന്റെ സംഘാടക സമിതി കുട്ടികൾക്കായി ലഘുഭക്ഷണവും തയ്യാറാക്കിയിരുന്നു. മൃഗങ്ങളെയും പക്ഷികളെയും അടുത്ത് കണ്ട സന്തോഷത്തിൽ ഇനിയും വരാമെന്ന് പറഞ്ഞാണ് കുട്ടികളുടെ സംഘം തിരിച്ചുപോയത്. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് മാല രമണൻ, സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർ എന്നിവർ വിദ്യാർത്ഥികളോടൊപ്പം ഉണ്ടായിരുന്നു. സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വ്യാപാരികളുടെ സംഘവും സുവോളജിക്കൽ പാർക്ക് സന്ദർശിച്ചിരുന്നു. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി ദേവാലയത്തിൽ പരിശുദ്ധ കൊന്തമാതാവിന്റെ ഊട്ടുതിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കും. ശനിയാഴ്ച വൈകിട്ട് 5:30 ആഘോഷമായ പാട്ടുകുർബാന, കൂടുതുറക്കൽ ശുശ്രൂഷ, ആഘോഷമായ കൊന്ത പ്രദക്ഷിണം എന്നിവ ഉണ്ടായിരിക്കും.
ചടങ്ങുകൾക്ക് ഫാദർ ജോൺ പോൾ ചെമ്മണ്ണൂർ കാർമ്മികനാകും. ഞായറാഴ്ച രാവിലെ 9-ന് ഫാദർ ലിൻസ് വെട്ടുവായിൽ കാർമ്മികനായ ആഘോഷമായ പാട്ടുകുർബാന, തുടർന്ന് നേർച്ച ഊട്ട് ഉണ്ടായിരിക്കും. ഫാദർ ജിയോ ഫ്രാൻസിസ് എടക്കളത്തൂർ സന്ദേശം നൽകും. വെള്ളിക്കുളങ്ങര വിമല ഹയർ സെക്കൻഡറി സ്കൂളും പീറ്റർ ഫൗണ്ടേഷനും സംയുക്തമായി എക്കണോമിക്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഫിനാൻസ് ലിറ്ററസി ക്ലാസും സൈക്കോമെട്രിക് ടെസ്റ്റും സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ കെ എ ഷാജി, പീറ്റർ ഫൗണ്ടേഷൻ കോർഡിനേറ്റർ ഡോക്ടർ ബെന്നി, സൈക്കോളജിസ്റ്റ് അനഘാരാജ്, ട്രസ്റ്റ് പ്രസിഡന്റ് ജെയ്സൺ കളമ്പാടൻ എന്നിവർ നേതൃത്വം നൽകി. നിരോധിത രാസലഹരിക്കെതിരെ ജനകീയ സംരക്ഷണ സമിതി പാലപ്പിള്ളി യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം എം ബി ജലാൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജനകീയ സംരക്ഷണ സമിതി പാലപ്പിള്ളി യൂണിറ്റ് കൺവെൻഷൻ പ്രസിഡന്റ് എ എസ് സുധീഷ് അധ്യക്ഷനായി. മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ശിവദാസൻ തൂയത്ത്, സെക്രട്ടറി ഷിഹാബ് കറുമണ്ണിൽ, വൈസ് പ്രസിഡന്റ് ആർട്ടിസ്റ്റ് ഡേവിസ് എന്നിവർ സംസാരിച്ചു. പാലപ്പിള്ളി യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. രക്ഷാധികാരിയായി എം ബി ജലാലിനെയും, പ്രസിഡന്റായി പി എ സഖീറിനെയും, സെക്രട്ടറിയായി എ എസ് സുധീഷിനെയും, ട്രഷററായി ഷെഫീഖ് പാറയിലിനെയും, വൈസ് പ്രസിഡന്റുമാരായി എം എ ഹബീബിനെയും, മുഹമ്മദ് കൊമ്പത്തയിലിനെയും, ജോയിന്റ് സെക്രട്ടറിമാരായി സി എച്ച് അനീഷിനെയും, ടി കെ നസീറിനെയും, കമ്മിറ്റി അംഗങ്ങളായി എം കെ കുഞ്ഞീൻ, യു എം ഷെഫീഖ് അലി, സെയ്ദ് മുഹമ്മദ്, സാനിഹ് എന്നിവരെയും തെരഞ്ഞെടുത്തു. രാസലഹരിക്കെതിരെയുള്ള പ്രതീകാത്മക ചിത്രരചനയിൽ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുത്ത 50 ചിത്രരചന കലാകാരന്മാരിൽ തൃശൂരിനെ പ്രതിനിധീകരിച്ച വരന്തരപ്പള്ളി സ്വദേശി ആർട്ടിസ്റ്റ് ഡേവിസിനെ എം ബി ജലാൽ, ശിവദാസൻ തൂയത്ത്, ശിഹാബ് കറുമണ്ണിൽ എന്നിവർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വരന്തരപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 27-ന് രാവിലെ 11-ന് റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിക്കും. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. കൊടകര ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ഒക്ടോബർ 26-ന് ഉച്ചകഴിഞ്ഞ് 2:30-ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിക്കുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. 1 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ ആശുപത്രി കെട്ടിടത്തിൽ കൺസൾട്ടേഷൻ മുറികൾ, ഫാർമസി, സ്റ്റോർ, സ്റ്റാഫ് റൂം, ഫീഡിംഗ് റൂം, ടോയ്ലറ്റ് തുടങ്ങിയ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. ഭാവിയിൽ ലിഫ്റ്റ് സൗകര്യം സ്ഥാപിക്കുന്നതിനായുള്ള സജ്ജീകരണവും നിർദ്ദിഷ്ട കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വരന്തരപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സഹകാർ സേവാ കേന്ദ്രയും നേത്രജ്യോതി ഐ ഹോസ്പിറ്റൽ കൊടകരയും നടത്തുന്ന സൗജന്യ നേത്ര തിമിര നിർണയ ക്യാമ്പും ഒക്ടോബർ 26 ഞായറാഴ്ച വരന്തരപ്പള്ളി നന്ദിപ്പുലം വഴിയിലുള്ള റേഷൻ കടയ്ക്കും സാരഥി ട്രേഡിംഗ് കമ്പനിക്കടുത്തുമുള്ള കെട്ടിടത്തിൽ നടക്കും. പങ്കെടുക്കേണ്ടവർ 9496787322 അല്ലെങ്കിൽ 9496795322 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയുടെയും ചാലക്കുടി ഐവിഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഞായറാഴ്ച സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കും. ഗാന്ധിനഗർ ക്ലബ്ബ് പരിസരത്ത് രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുക. ക്ലബ്ബ് സെക്രട്ടറി TG അജോ ഉദ്ഘാടനം നിർവഹിക്കും. കിഴക്കേ കോടാലിയിൽ കാർപോർച്ചിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ കാണാതായി. മട്ടത്തിപ്പറമ്പിൽ ഷാജുവിന്റെ ഭാര്യ ജിൻഷയുടെ യമഹ റേ മോഡൽ ചുവപ്പ് നിറമുള്ള KL 64A 9920 എന്ന നമ്പറിലുള്ള വാഹനമാണ് കാണാതായത്. ഈ വാഹനത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 8139840642 അല്ലെങ്കിൽ 9072794160 എന്നീ നമ്പറുകളിൽ അറിയിക്കേണ്ടതാണ്. ഇനി കാണാം ഇൻഫോ ടോക്ക്. കുട്ടികളിൽ ഉയർന്ന മയോപിയയ്ക്ക് കാരണമാകുന്ന ശീലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഫോ ടോക്ക്. കുട്ടികളിൽ ഉയർന്ന മയോപിയയ്ക്ക് കാരണമാകുന്ന ശീലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഫോടോക്ക്. മയോപിയ അഥവാ ഹ്രസ്വദൃഷ്ടി ബാധിക്കുന്നവർക്ക് ദൂരെയുള്ള വസ്തുക്കൾ കാണാൻ ഒരു മങ്ങൽ അനുഭവപ്പെടാം. അതായത് അടുത്തുള്ള വസ്തുക്കൾ കാണുന്നതിന് തകരാറൊന്നുമില്ലാതിരിക്കുകയും ദൂരെയുള്ള വസ്തുക്കൾ ശരിയായി കാണാനാകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് മയോപിയ അഥവാ ഹ്രസ്വദൃഷ്ടി. കുട്ടികളിൽ ഉയർന്ന മയോപിയയ്ക്ക് കാരണമാകുന്ന ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
മൊബൈൽ ഫോണിലോ അതുപോലുള്ള ഉപകരണങ്ങളിലോ നോക്കിയിരിക്കുന്ന ഓരോ മണിക്കൂറും കുട്ടികൾക്ക് ഹ്രസ്വദൃഷ്ടി എന്ന കാഴ്ച തകരാറുണ്ടാക്കാനുള്ള സാധ്യത കൂടുന്നുവെന്നാണ് പല പഠനങ്ങളും പറയുന്നത്. സ്ക്രീൻ സമയങ്ങളിൽ ദിവസേന 1 മണിക്കൂർ വർധനവ് മയോപ്പിയ വരാനുള്ള സാധ്യത 21% വർദ്ധിപ്പിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ അവ വളരെ അടുത്തു പിടിച്ചിരിക്കുന്നതും കണ്ണുകൾക്ക് നല്ലതല്ല. പ്രകൃതിദത്തമായ പകൽ വെളിച്ചത്തിൽ പുറത്ത് സമയം ചെലവഴിക്കാത്തത് മയോപ്പിയയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ, കമ്പ്യൂട്ടറുകൾ എന്നിവ ഉപയോഗിക്കുന്നതും പുസ്തകങ്ങൾ വായിക്കുന്നതും പോലുള്ള അടുത്തുള്ള ജോലികളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മയോപ്പിയയ്ക്ക് കാരണമാകാം. മങ്ങിയ വെളിച്ചത്തിൽ പുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതും കണ്ണുകളുടെ ആരോഗ്യത്തെ മോശമാക്കും. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. സെനോറ ഹാൻഡിക്രാഫ്റ്റ്സും കാശ്മീർ ഫുഡ് പ്രൊഡക്ട്സും സംയുക്തമായി ഒക്ടോബർ 30, 31 തീയതികളിൽ പുതുക്കാട് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ചിക്കൻ മസാല, മീറ്റ് മസാല, ഗരം മസാല, ഫിഷ് മസാല, സാമ്പാർ പൗഡർ എന്നിവയുടെ നിർമ്മാണ പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ 9048206070 അല്ലെങ്കിൽ 8848641057 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. രജിസ്ട്രേഷൻ ഫീസ് 500 രൂപയാണ്. പ്രവേശനം വനിതകൾക്ക് മാത്രമായിരിക്കും. പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,465 രൂപ, പവന് 91,720 രൂപ. വരന്തരപ്പള്ളി കലവറക്കുന്ന് കുന്നത്തുപറമ്പിൽ സുബ്രഹ്മണ്യൻ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സരസയാണ് ഭാര്യ. ഷീജ, സുരേഷ്, ഷീബ, സുനിൽ എന്നിവർ മക്കളും. സത്യൻ, ചന്ദ്രൻ, സിന്ധു, ഷിജി എന്നിവർ മരുമക്കളുമാണ്. മുപ്ലിയം പൂത്തെറ്റി രാമകൃഷ്ണൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഒക്ടോബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ 27-ന് വിതരണം തുടങ്ങും. ഇതിനായി 812 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. പേനയുടെ മൂടി തൊണ്ടയിൽ കുടുങ്ങി 4 വയസ്സുകാരന് ദാരുണാന്ത്യം. മരിച്ചത് എരുമപ്പെട്ടി കണ്ടേരി വളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹൻ. ചെമ്പുച്ചിറയിൽ നിയന്ത്രണമിട്ട കാർ കുളത്തിലേക്ക് മറിഞ്ഞു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃക്കൂർ കോനിക്കര നേതാജി വായനശാല റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇടിഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 91,720 രൂപയായി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.